സൂര്യോദയത്തിന് മുമ്പ് ഈ ആകാശമൊക്കെ എപ്പോഴും കറുത്തിരിക്കുകയായിരിക്കും. ഇത്രയും കറുത്തിരുണ്ട യാത്രയുടെ യാമത്തിൽ ഒരു കാര്യം നമുക്കറിയാം, നേരം വെളുക്കും. ചിലരോട് പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങളുടെ നേരം വെളുക്കും, ഇരുട്ടിൻ്റെ കാലം കഴിഞ്ഞു പോകും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയുടെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഓരോ സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തുന്ന, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ സാധിക്കുന്ന, നിങ്ങളെ പണിതൊരുക്കാൻ സാധിക്കുന്ന, ചില വേണ്ടാത്തതൊക്കെ വിട്ടുകളയാൻ നിങ്ങളെ തോന്നിപ്പിക്കുന്ന സന്ദേശമായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളിൽ പല ആളുകളും അതൊക്കെ എഴുതിയെടുക്കുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ജിജി സുധനാണ്. താങ്ക് യു സിസ്റ്റർ ജിജി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ ഞങ്ങൾ ജിജിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 7:45 ഇംഗ്ലീഷുള്ള ആരാധന കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. അതുപോലെ തന്നെ 9:45 മലയാളത്തിലുള്ള ആരാധന നടക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ മറ്റെല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആരാധനാലയങ്ങളുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഈ ആരാധനകൾ നടക്കുന്നുണ്ട്. നേരിട്ട് കടന്നു ചെന്ന് സംബന്ധിക്കാനായിട്ട് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അടുത്ത ആഴ്ച നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ ശനിയാഴ്ച നമുക്ക് നടക്കാൻ പോകുന്നത് ദ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന പേരിൽ അതിശക്തമായ മീറ്റിംഗ് തിരുവനന്തപുരത്ത്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഈസ്റ്റർ സർവീസാണ്. എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൗമാരപ്രായക്കാർക്ക് വേണ്ടി മാത്രമുള്ള ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഇടുന്നുണ്ട്. ദയവായി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. കർത്തനെ പോലാരുള്ളൂ, മൂപ്പന്മാർ ജീവികൾ വണങ്ങിടും, സ്തോത്രമർപ്പിക്കും അങ്ങേക്ക്. കർത്തനെ പോലാരുള്ളൂ, യോഗ്യൻ കുഞ്ഞാടേ, യാഗമായോൻ വാഴുന്നു. കർത്തനെ
വെൽക്കം ബാക്ക്. ഈ ആഴ്ചയുടെ ലാസ്റ്റ് മോർണിംഗ് ഗ്ലോറിയാണ്. ഇന്ന് മാർച്ച് 28 ശനിയാഴ്ച. നിങ്ങളുടെ ഈ റിബൺ ഉപയോഗിച്ച് നിങ്ങൾക്കത് തുറക്കാം, ആ ഭാഗത്ത് വെച്ച് പോകാം. ഫോക്കസ് വേർഡ് ഫെയ്ത്ത് വിഷൻ, വിശ്വാസ ദർശനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട്. 2 കൊരിന്ത്യർ 5:7. ഇഷ്ടമുള്ള വാക്യമാണല്ലോ. എത്ര പേർക്ക് ഇഷ്ടമുണ്ട് നോക്കിയേ. For we live by faith, not by sight. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. For we live by faith, not by sight. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എൻ്റെ കാര്യമായിട്ട് പറ, അവരവർ പറ. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. എല്ലാവരും ഒന്ന് വാഗൊണ്ട് പറയുക, നോട്ട്ബുക്കിൽ എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഫോർ വി ലിവ് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. അത് കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത് പറയാം. ഐ ലിവ് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഡെക്ലറേഷൻ നോക്കുക. ഐ സീ ബിയോണ്ട് ദ വിസിബിൾ. ദൃശ്യമായതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നു. മൈ ഫെയ്ത്ത് ബിൽഡ്സ് വാട്ട് മൈ ഐസ് കനോട്ട് സീ. എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് എൻ്റെ വിശ്വാസം പണിയുന്നു. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും എൻ്റെ വിശ്വാസം പണിയുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. ഫെയ്ത്ത് വിഷൻ 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു. നിങ്ങളുടെ പേജ് 4 വരി എണ്ണിയോ ലൈൻസ് എണ്ണി ഡിവൈഡ് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നു. 2 കൊരിന്ത്യർ 5:7. We live by faith, not by sight. ഒന്നാമത്തേത് എഴുതുക. ഫെയ്ത്ത് സീസ് ബിയോണ്ട് വാട്ട് ഈസ് വിസിബിൾ. കാണുന്നതിനപ്പുറത്തേക്ക് വിശ്വാസം കാണുന്നു. കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വിശ്വാസം കാണുന്നു. എത്ര പേർക്കറിയാം നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തും ചിലതുണ്ടെന്ന്? എത്ര പേർക്കറിയാം? ഉദാഹരണത്തിന് വായു. ഇന്ന് വരെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ ശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. വായു ഇല്ലെങ്കിൽ നമ്മുടെ വായു പോയി. Paul reminds believers that life in Christ is guided not merely by what the eyes can see, but by what faith perceives. പൗലോസ് വിശ്വാസികളെ എല്ലാം ഓർപ്പിക്കുന്നൊരു കാര്യമാണ്. ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈസ് ഗൈഡഡ് നോട്ട് മിയർലി ബൈ വാട്ട് ദ ഐസ് ക്യാൻ സീ. കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമല്ല ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസിക്ക് ഉള്ളത്, ബട്ട് ബൈ വാട്ട് ഫെയ്ത്ത് പെർസീവ്സ്. എന്നാൽ വിശ്വാസം കാണുന്ന ചില കാര്യങ്ങൾ. ഈ കണ്ണ് കാണുന്ന ഒരു സാധനമുണ്ട്, ഭൗതികമായ പലതും. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാവരുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഓപ്പൺ ചെയ്യാൻ പോവുക. ആർ യു റെഡി? സോ ഫെയ്ത്ത് റെക്കഗ്നൈസസ് റിയാലിറ്റീസ് ദാറ്റ് ആർ ഇൻവിസിബിൾ ടു ദ നാച്ചുറൽ സൈറ്റ്. ഈ സാധാരണ ഈ കണ്ണുകൾ കൊണ്ട് ദൃശ്യമല്ലാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെയാണ് വിശ്വാസം എന്ത് ചെയ്യുന്നത്? റെക്കഗ്നൈസ് ചെയ്യുന്നത്, വിശ്വാസം കാണുന്നത്, തിരിച്ചറിയുന്നത്. എബ്രായലേഖനം 11:1 വേദപുസ്തകത്തിലെ വിശ്വാസത്തിൻ്റെ നിർവചനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് in what we hope for and assurance about what we do not see. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവുമാകുന്നു. ഇനി 2 കൊരിന്ത്യർ 4:18 എടുത്ത് നോക്കിയാൽ അവിടെ പറയുന്നത് ഫിക്സ് our eyes not on what is seen but on what is unseen. കാണുന്നതിലല്ല, കാണാത്ത കാര്യങ്ങളിൽ നാം ദൃഷ്ടി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മളത് കാണാൻ തുടങ്ങണം. റോമാലേഖനം 8-ാം 24-25 വായിക്കുമ്പോൾ റോമൻസ് 8:24-25 hope that is seen is no hope at all. കാണുന്ന പ്രത്യാശയേ അല്ല. hope that is seen is no hope at all. അപ്പോൾ അവിടെ തന്നെ ചോദിക്കുന്നുണ്ട് പൗലോസ്, കാണുന്നതിന് വേണ്ടി നമ്മൾ ഇനി എന്തിനു പ്രത്യാശിക്കും? നമ്മളെ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്കൊരു കാർ വേണം.
ഒത്തിരി നാളായി കാറില്ലാതെ നടന്നൊക്കെ വിഷമിക്കുക, ഫാമിലിയായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകണം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക? വിശ്വാസ കണ്ണാൽ ദൈവം കാറ് തരുന്നത് കാണാം. ഞാനിതൊരു ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ, ആരും മോശമായിട്ട് എടുക്കരുത്. കാറൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, പലർക്കും അറിയാം, ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുള്ള വഴി തുറക്കുകയാണെങ്കിൽ അവർക്ക് എൻ്റെ ഉദാഹരണം അതൊന്നുമല്ല. ഒരു കാറ് ഗരാജിൽ കിടപ്പുണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ വീട്ടിലൊരു കാറ് കിടപ്പുണ്ട്. ആ കാറിന് വേണ്ടി ഇനി പ്രത്യാശിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കാണുന്നുണ്ടല്ലോ. എന്നാൽ കാണാത്ത ഒരു കാര്യം വീട്ടിലില്ല. കഴിഞ്ഞൊരു 10-12 വർഷമായൊരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കണ്ണാൽ കാണാം. അതുപോലെ ആത്മീയ കാര്യങ്ങളായാലും എന്തായാലും ഫെയ്ത്ത് ഓപ്പൺസ് ദി ഐസ് ഓഫ് ദി ഹാർട്ട് ടു ഗോഡ്സ് പ്രോമിസസ്. വിശ്വാസം ചെയ്യുന്നത് ഹൃദയദൃഷ്ടി, ഹൃദയത്തിൻ്റെ കണ്ണുകൾ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഹൃദയത്തിൻ്റെ കണ്ണുകളെ വിശ്വാസം തുറക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ നേരെ നോക്കിയാൽ കാണാത്ത ഒത്തിരി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ആ ടെലിസ്കോപ്പാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട്. ഫെയ്ത്ത് ഫങ്ഷൻസ് ലൈക്ക് എ സ്പിരിച്വൽ ലെൻസ് ദാറ്റ് റിവീൽസ് ഗോഡ്സ് അൺസീൻ പർപ്പസസ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരുതരം ആത്മീയ ലെൻസുകളാണ്. അത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ഉദ്ദേശ്യങ്ങളെ വെളിവാക്കുന്നു. നമ്പർ 2, ഫെയ്ത്ത് വിഷൻ ആങ്കേഴ്സ് ലൈഫ് ഇൻ ഗോഡ്സ് പ്രോമിസസ്. വിശ്വാസ ദർശനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാഴ്ച ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ജീവിതത്തെ ആങ്കർ ചെയ്ത് വയ്ക്കുന്നു. ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നങ്കൂരമിട്ട് വയ്ക്കുന്നു. നങ്കൂരമിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കിലൊഴുകിപ്പോയില്ല, അവിടെ തന്നെ പിടിച്ചു നിൽക്കും. അല്ലെങ്കിൽ കപ്പലുകളൊക്കെ ഒഴുകിപ്പോവും ആങ്കർ ഇട്ടില്ലെങ്കിൽ. അപ്പോൾ ഫെയ്ത്ത് വിഷൻ ആങ്കേഴ്സ് ലൈഫ് ഇൻ ഗോഡ്സ് പ്രോമിസസ്. അപ്പോൾ വിശ്വാസ ദർശനമുള്ള ഒരാൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഈ ആങ്കറിട്ട് ജീവിതത്തെ പിടിച്ചു നിർത്തും. എങ്ങനെ? ഡ്രിഫ്റ്റ് ചെയ്ത് പോകാതെ. ഫെയ്ത്ത് വിഷൻ ഈസ് ഗ്രൗണ്ടഡ് ഇൻ വാട്ട് ഗോഡ് ഹാസ് സ്പോക്കൺ. ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് ദൈവിക ദർശനം അല്ലെങ്കിൽ വിശ്വാസ ദർശനം എന്ന് പറയുന്നത്. വിശ്വാസ ദർശനം ദൈവം തന്ന, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ, കാരണം അവൻ വാക്ക് മാറുകയില്ല, അതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലെസ്സിങ് ടുഡേ ടീം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഉണ്ടായിരിക്കും. സാമ്പത്തിക വർഷം തീരുന്ന ദിവസങ്ങളാണ്. പലരും വലിയ പ്രഷറിലും ടെൻഷനിലുമാണ്. ചിലർക്കൊക്കെ ആണെങ്കിൽ വലിയ രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ. ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. ഇതേ ഹാളിൽ നടന്നിട്ടുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ഇതിനു മുമ്പ് കേട്ടുള്ള വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ദിസ് മേ ബി എ ഗോൾഡൻ ചാൻസ് ഫോർ യു. വരണം, കുടുംബമായിട്ട് വരണം, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരണം. അറിയാവുന്ന എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫാമിലി സൺഡേ, എ വെരി സ്പെഷ്യൽ സൺഡേ. അതുകൊണ്ടാണ് ഫാമിലിയായിട്ട് വരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വരാൻ സാധ്യമല്ലെങ്കിൽ ഒറ്റക്കായാലും വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ തൊടും. ഒരുപക്ഷെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു വലിയ അത്ഭുതമായിരിക്കും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പ്ലീസ് ടു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. അതുപോലെ തന്നെ ബിലീവേഴ്സ് ട്രസ്റ്റ് ഗോഡ്സ് പ്രോമിസസ് ഈവൻ വെൻ സർക്കംസ്റ്റാൻസസ് അപ്പിയർ അൺസർട്ടൈൻ. വിശ്വാസികൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കും. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, സാഹചര്യങ്ങൾ അനിശ്ചിതമാണ്, നടക്കുമോ ഇല്ലയോ എന്നൊരിക്കലും അറിയില്ല. എങ്കിലും വിശ്വാസികൾ ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കും. അതായത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും ദൈവം വിശ്വാസികളെ ദൈവിക വാഗ്ദത്തങ്ങൾ ഉറച്ചു നിൽക്കാൻ സഹായിക്കും. സംഖ്യാപുസ്തകം 23:19 God is not a man
ദാറ്റ് ഹീ ഷുഡ് ലൈ. വ്യാജം പറയാൻ, കള്ളം പറയാൻ, പൊളി പറയാൻ, ഭോഷ്ക് പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ. മനുഷ്യർ കള്ളം പറയും. നിന്ന നിൽപ്പിൽ കല്ല് വെച്ച നുണ പറയുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്ന നിൽപ്പിൽ കള്ളം പറയും. ദൈവത്തിന് കള്ളം പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് നോട്ട് ഇൻ ഹിസ് നേച്ചർ. ദൈവം ഒരു മനുഷ്യനല്ല. യോശുവ 21:45 നോട്ട് വൺ ഓഫ് ദ ലോർഡ്സ് പ്രോമിസസ് ഫെയിൽഡ്. ദൈവിക വാഗ്ദത്തങ്ങളിൽ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ, നല്ല വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും പാഴാകുകയില്ല. നോട്ട് വൺ ഓഫ് ദ ലോർഡ്സ് ഗുഡ് പ്രോമിസസ് ഫെയിൽഡ്. ദൈവിക വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും പാഴായിപ്പോയില്ല. ഹീബ്രൂസ് 10:23 പറയുന്നത്, ഹീ ഹു പ്രോമിസ്ഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. സകലർക്കും സാക്ഷ്യത്തിനായി. അതൊക്കെ ഒന്ന് ആരും ഇപ്പോൾ ഒത്തിരി ചിലരൊക്കെ പറയാതെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ തന്നെ ഇനീഷ്യേഷൻ എടുത്ത് ടൈപ്പ് ചെയ്ത് ഇടുക. ഹീ ഹു പ്രോമിസ്ഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നമ്പർ 3, ഫെയ്ത്ത് വിഷൻ ഗൈഡ്സ് ഡെയിലി ഡിസിഷൻസ്. ദിവസം തോറും നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാനുണ്ടല്ലേ. ദിനം തോറുമുള്ള തീരുമാനങ്ങളെ നയിക്കുന്നത് വിശ്വാസ ദർശനമാണ്, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ലിവിങ് ബൈ ഫെയ്ത്ത് ഇൻഫ്ലുവൻസസ് ഹൗ ബിലീവേഴ്സ് റെസ്പോണ്ട് ടു ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. വിശ്വാസത്താലുള്ള ജീവിതം വിശ്വാസികളുടെ ഈ വെല്ലുവിളികളോടും അവസരങ്ങളോടുമുള്ള പ്രതികരണത്തെ സ്വാധീനിക്കുന്നു. എങ്ങനെ നമ്മൾ വെല്ലുവിളികൾ വരുമ്പോൾ പെരുമാറും, എങ്ങനെ നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ അതിനെ എടുക്കും, ഇതിനെ സ്വാധീനിക്കുന്നത് വിശ്വാസത്താലുള്ള കാഴ്ചപ്പാടാണ്. അഥവാ വിശ്വാസത്താൽ കാണുന്നവരുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഈ കാര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവികമായത്, അദൃശ്യമായത് ഹൃദയദൃഷ്ടിയിൽ അവർ കാണും. ഫെയ്ത്ത് ഡയറക്ട്സ് ചോയ്സസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് പ്രോമിസസ് റാദർ ദാൻ ടെമ്പററി ഫിയേഴ്സ്. താൽക്കാലികമായ ചില ഭയങ്ങളൊക്കെ നമുക്ക് സാഹചര്യങ്ങളിൽ നിന്നും വരാം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരമുള്ള ചില തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വിശ്വാസം ഡയറക്റ്റ് ചെയ്യും, നമ്മളെ നയിക്കും. ചില വചനങ്ങൾ പറയാം. സദൃശ്യവാക്യങ്ങൾ 3:5-6. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. മുഴുഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 26:3 യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന, മനസ്സ് മാറാതെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. മനസ്സിലായോ? ദൈവത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നൊരു മനസ്സാണെങ്കിൽ, ചാഞ്ചാട്ടമില്ലാത്ത മനസ്സാണെങ്കിൽ ദൈവം അങ്ങനെയുള്ളവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എബ്രായലേഖനം 11:8 പറയുന്നത്, ബൈ ഫെയ്ത്ത് എബ്രഹാം ഒബെയ്ഡ് ആൻഡ് വെൻറ്റ്. വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ച് പുറപ്പെട്ടു. ഈവൻ ദോ ഹി ഡിഡ് നോട്ട് നോ വെയർ ഹി വാസ് ഗോയിങ്. എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. കാരണം വിശ്വാസത്തിൻ്റെ വിഷൻ അവനുണ്ടായിരുന്നു. ഫെയ്ത്ത് വിഷനുള്ള ഒരാളായിരുന്നു അബ്രഹാം. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് വിശ്വാസികളുടെ പിതാവെന്ന് പോലും പേര് ലഭിച്ചത്. ഫെയ്ത്ത് വിഷൻ കീപ്സ് ലൈഫ് അലൈൻഡ് വിത്ത് ഗോഡ്സ് ഡയറക്ഷൻ. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഡയറക്ഷനിലേക്ക് നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യുന്നത്, ഇണക്കി ചേർക്കുന്നത് ഈ ഫെയ്ത്ത് വിഷനാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചില കപ്പലുകളുടെ കപ്പിത്താന്മാർ, അവർക്കൊരു പക്ഷേ ലൈറ്റേഴ്സ് കാണാൻ കഴിയുന്നില്ല, പുറംകടലിങ്ങനെ കിടക്കുവാണ്, പുറംകടലിലൂടെ യാത്ര ചെയ്തുകൊണ്ട് വേറൊന്നും നിവൃത്തിയില്ലാത്ത കാലത്ത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന കപ്പലിൻ്റെ കപ്പിത്താന്മാർ നക്ഷത്രങ്ങളെ, ഒരുപക്ഷെ വലിയ ടെലസ്കോപ്പോ കാര്യങ്ങളൊക്കെ കൊണ്ട് നക്ഷത്രങ്ങളെ വീക്ഷിച്ച് അതിന് പ്രകാരമായിരിക്കും ഡയറക്ഷൻസ് നടത്തുന്നത്. ആ നക്ഷത്രം അങ്ങകലെ ആകാശത്ത് നിൽക്കുന്ന
നേരിട്ട് കാണാൻ കഴിയുന്നില്ല. ആ നക്ഷത്രമാണ് ഫെയ്ത്ത് വിഷൻ എന്ന് പറയുന്നത്. സോ ഫെയ്ത്ത് വിഷൻ നമ്മൾ എന്ത് ചെയ്യും? ദൈവഹിതപ്രകാരം ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കും. ഫെയ്ത്ത് പ്രൊവൈഡ്സ് ഗൈഡൻസ് വെൻ ദ പാത്ത് അഹെഡ് ഈസ് നോട്ട് യെറ്റ് ക്ലിയർ. മുമ്പിലുള്ള വഴി ഒന്നും വ്യക്തമല്ലെങ്കിൽ പോലും വിശ്വാസം നമുക്ക് ഗൈഡൻസ് തന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ഈ മൂടൽ മഞ്ഞിറങ്ങി ഫോഗ് പോലൊക്കെ ഇറങ്ങിയിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോഴും കൃത്യമായിട്ട് ഒരു ഗൂഗിൾ മാപ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, വിസിബിലിറ്റി കുറവാണെങ്കിൽ പോലും ഗൂഗിൾ മാപ്പ് പറയുന്നതനുസരിച്ച് ഡ്രൈവ് ചെയ്താലും തെറ്റാതെ മുന്നിലേക്ക് പോകാൻ കഴിയും. അങ്ങനെയാണ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഫെയ്ത്ത് വിഷൻ നമ്മളെ വഴി നടത്തുന്നത്. എല്ലാം ക്ലൗഡി ആയിരിക്കാം, ഒന്നും കാണാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ കൃത്യമായ മാർഗനിർദ്ദേശം നൽകി കൊണ്ടുപോകാൻ ഒരു GPS അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൊക്കേഷൻ മാപ്പുകൾക്ക് സാധിക്കും. നമ്പർ 4, നാലാമത്തേത്, ഫെയ്ത്ത് വിഷൻ സസ്റ്റെയിൻസ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള പ്രത്യാശയെ നിലനിർത്തുന്നത് വിശ്വാസത്തിൻ്റെ ദർശനമാണ്. ഫെയ്ത്ത് കീപ്സ് ബിലീവേഴ്സ് സ്റ്റഡി ഡ്യൂറിങ് അൺസർട്ടൈൻ സീസൺസ്. അനിശ്ചിതമായ സീസണുകളിലൂടെ വിശ്വാസികളെ സ്ഥിരതയോടെ കൈപിടിച്ച് നടത്തുന്നത് വിശ്വാസമാണ്. അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ വഴി തെറ്റി പല സീസണുകളിലൂടെ, അനിശ്ചിതാവസ്ഥയുടെ സീസണുകളിലൂടെ പോകുമ്പോൾ അവർ വഴി തെറ്റിപ്പോകും. വെൻ സൈറ്റ് ബ്രിങ്സ് ഡിസ്കറേജ്മെൻറ്റ്, ഫെയ്ത്ത് ഹോൾഡ്സ് ഓൺ ടു ദി അഷ്വറൻസ് ദറ്റ് ഗോഡ് ഈസ് സ്റ്റിൽ അറ്റ് വർക്ക്. ഈ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത് നമുക്ക് ഭയങ്കരമായ നിരുത്സാഹം കൊണ്ടുവരാം. എന്നാൽ ഫെയ്ത്ത് ഹോൾഡ്സ് ഓൺ ടു ദി അഷ്വറൻസ് ദാറ്റ് ഗോഡ് ഈസ് സ്റ്റിൽ അറ്റ് വർക്ക്. എന്നാൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കും, ഗോഡ് ഈസ് സ്റ്റിൽ അറ്റ് വർക്ക്. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഈവൻ വെൻ എവറിത്തിങ് ഈസ് അൺക്ലിയർ, even when there is no open way, even when there is no sign of progress, നമുക്ക് ഉള്ളിലറിയാം God is still at work. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കും. ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ഓഫ് ഡേ ഇല്ല, ദൈവത്തിന് ബ്രേക്ക് ഇല്ല, ദൈവത്തിന് ടീ ബ്രേക്ക് ഇല്ല. അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. 121 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ടീ ബ്രേക്ക് പോലും വേണ്ട. അങ്ങനെ നോക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ജെറമയ 29 verse number 11, God's plans are to give hope and a future. ഇരമ്യാവിൻ്റെ പുസ്തകം 29:11 പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് പ്രത്യാശയും ഒരു ശുഭഭാവിയും തരുവാനുള്ളതത്രേ. റോമലേഖനം 15:13, May the God of hope fill you with joy and peace as you trust in him. കർത്താവിൽ യഹോവയിൽ തന്നെ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, May the God of peace fill you with joy and peace. പ്രത്യാശയുടെ ദൈവം നിങ്ങളെ സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ ഒരിക്കലും ഉതിർന്നു പോകാത്ത സ്നേഹത്തിൽ പ്രത്യാശയുള്ളവരെ ദൈവം പരിപാലിക്കുന്നു. അതിൻ്റെ മലയാളം എക്സാക്ട് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ കാണാൻ കഴിയും. Faith vision lifts the heart beyond present difficulties toward God's future promises. ഈ വിശ്വാസത്തിൻ്റെ ദർശനം ഹൃദയത്തെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക്, ഭാവിയിലെ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ അത് ഉയർത്തി കൊണ്ടുപോകും. അതായത് വിശ്വാസത്തിൻ്റെ ദർശനം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിലേക്ക്, ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് മനസ്സുയർത്താൻ സഹായിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നേരം പുലരുന്നതിന് മുൻപൊരു ഇരുട്ടുണ്ട്. അത് ഭയങ്കരമായ ഇരുട്ടാണ്. ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് ദ നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ബിഫോർ സൺറൈസ് ദ സ്കൈ സ്റ്റിൽ ഡാർക്ക്. സൂര്യോദയത്തിന് മുമ്പ് ഈ ആകാശമൊക്കെ അപ്പോഴും കറുത്തിരിക്കുകയായിരിക്കും. ഇത്രയും കറുത്തിരുണ്ട യാത്രയുടെ യാമത്തിൽ ഒരു കാര്യം നമുക്കറിയാം, നേരം വെളുക്കും. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ നേരം വെളുക്കും, ഇരുട്ടിൻ്റെ കാലം കഴിഞ്ഞു പോകും. ദിസ് ഫേസ് ഓഫ് ഡാർക്ക്നെസ് വിൽ പാസ്.
ഇപ്പോഴത്തെ ഡാർക്കസ്റ്റ് ഫേസ് മാറിപ്പോവും. അഥവാ ആദ്യത്തെ സൂര്യകിരണം, സൺറൈസിൻ്റെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നതിന് മുമ്പായിരിക്കും ഏറ്റവും വലിയ ഇരുട്ട്. ആ ഇരുള് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇതാ സൂര്യകിരണങ്ങൾ ഉദിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയ ഇരുട്ട് ഇപ്പോഴാണ് എന്ന് പറയുകയാണെങ്കിൽ ഓർക്കുക, പ്രഭാതം പുലരാൻ സമയമായി. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം പോലെ വിശ്വാസത്തിൻ്റെ ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഫെയ്ത്ത് വിഷൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ കണ്ണിൻ്റെ വിഷൻ അല്ല കർത്താവേ, ഈ കണ്ണിന് 20/20 വിഷൻ വേണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറയും. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സ്പിരിച്വൽ ഐസ് തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. രോഗികളായിട്ടുള്ളവർ പ്രത്യേകിച്ച് കൈകൾ നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ 1, 2, 3 പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കെട്ടുകൾ അഴിഞ്ഞ് മാറട്ടെ. ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കൈനീട്ടി പിടിക്കുമ്പോൾ കർത്താവെ, ഏത് വിഷയത്തിലും ഭാരപ്പെട്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന സകലർക്കും ഒരു വലിയ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി പറയും. നാളെ സൺഡേ ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വരിക. ദൂര രാജ്യങ്ങളുള്ളവർ ഓൺലൈനിൽ സംബന്ധിക്കുക. തിങ്കളാഴ്ച രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്കോ ഒക്കെ അയച്ചു കൊടുക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണാം. ബൈ.